വലിയൊരു വിഭാഗം മനുഷ്യരും 21-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം ദശകത്തിലെത്തി നിൽക്കുമ്പോഴും ഇനിയും ചിലായുഗം പിന്നിടാത്ത മനുഷ്യർ ഇന്നും ഭൂമിയിലുണ്ട്. അവരിൽ തന്നെ ഏറ്റവും ഒറ്റപ്പെട്ട വിഭാഗമാണ് ആൻഡമാൻ്റെ ഭാഗമായ സെന്റിനൽ ദ്വീപിലെ അന്തേവാസികളായ ഗോത്രവർഗക്കാർ. 27-കാരനായ US പൗരനെ അമ്പെയ്ത് കൊന്നതോടെ സെന്റിനൽസുകാർ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ലോകശ്രദ്ധ നേടിയിരിക്കുകയാണ്. US-ലെ അലബാമ സ്വദേശി ജോൺ അലൻ ചൗവാണ് കഴിഞ്ഞ ദിവസം സെന്റിനലി ഗോത്രക്കാരുടെ അമ്പേറ്റ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് 7 മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ 14-നാണ് ചൗ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിൽ ദ്വീപിന് സമീപമെത്തുന്നത്. എന്നാൽ പവിഴപ്പുറ്റുകൾ ഉള്ളതിനാൽ തീരത്തേക്ക് ബോട്ടടുപ്പിക്കാനായില്ല. പിറ്റേന്ന് ചെറുവള്ളത്തിൽ ചൗ ഒറ്റയ്ക്ക് ദ്വീപിലേക്ക് പോയി. ദ്വീപ് നിവാസികൾ അമ്പെയ്യുന്നത് കണ്ടെങ്കിലും ചൗ യാത്ര തുടരുകയായിരുന്നുവെന്ന് ആൻഡമാൻ നിക്കോബാർ DGP ദീപേന്ദ്ര പഥക് മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റു മനുഷ്യർ പുരോഗമന പാതയിലൂടെ കുതിച്ചു പായുമ്പോൾ ഇന്നും ഇലകളും തോലുകളും കൊണ്ടും ശരീരം മറച്ച് അമ്പുകൊണ്ടും കുന്തം കൊണ്ടും വേട്ടയാടി ആധുനിക മനുഷ്യന്റെ സാങ്കല്പിക കഥകളിലെന്ന പോലെ ജീവിക്കുന്നവരാണ് ഈ ഗോത്രവർഗക്കാർ. അതിനാൽ തന്നെ ദ്വീപിലേക്ക് എത്തുന്നതിനും ഈ ഗോത്രവർഗക്കാരുമായി ഇടപഴകുന്നതിനും അധികൃതർ തന്നെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു മനുഷ്യരുമായിട്ടുള്ള സാമീപ്യം ഇവരെ പെട്ടെന്ന് അനാരോഗ്യത്തിലേക്ക് തള്ളിവിട്ടേക്കാമെന്നതും ഗോത്രവർഗക്കാരെ അവരുടെ സ്വൈരജീവിതത്തിന് വിടുക എന്ന ലക്ഷ്യവുമാണ് ഈ വിലക്കിനു പിന്നിൽ. ഈ വിലക്ക് അറിഞ്ഞോ അറിയാതെയോ മറികടന്നു പോയവരിൽ പലരും ജോൺ അലൻ ചൗ എന്ന അമേരിക്കക്കാരനെ പോലെ മടങ്ങി വരാത്തവരാണ്. അടുത്തിടെ ഈ വിലക്ക് പിൻവലിച്ചതും വിവാദമായിട്ടുണ്ട്. ആധുനിക മനുഷ്യനെഴുതിയ ചരിത്രത്തിൽ സെന്റിനൽ ഗോത്രക്കാർ കയറി വരുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. ബ്രിട്ടീഷുകാരാണ് സെന്റിനലുകാരെ പറ്റി ആദ്യമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. അന്ന് സെന്റിനലുകാർ വലിയ അത്ഭുതമായിരുന്നില്ല. കാരണം ആമസോണിലും മറ്റും ഇതേ രീതിയിൽ ജീവിക്കുന്നവർ ധാരാളമായി ഉണ്ടായിരുന്നു. അന്ന് രേഖപ്പെടുത്തിയ സെന്റിനലുകാരുടെ എണ്ണം 8000-ആണ്. എന്നാൽ കഴിഞ്ഞ 2 നൂറ്റാണ്ടിനിടെ ലോകം ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചു. അതുകൊണ്ട് തന്നെ വികസന കുതിപ്പിൽ പായുന്ന ആധുനിക മനുഷ്യന് സെന്റിനലുകാർ ഇന്ന് അത്ഭുതമാണ്. ഒരുപക്ഷെ വിചിത്ര ജീവികളാണ്. സർക്കാർ വിമാനങ്ങൾ മുഖേനയുള്ള ഫോട്ടോഗ്രാഫുകൾ പ്രകാരം ഇന്ന് സെന്റിനൽ ശേഷിക്കുന്നത് 15 പേരാണ്. എന്നാൽ സെന്റിനൽ ദ്വീപിനെ അടുത്തറിയാവുന്ന ഗവേഷകരും സഞ്ചാരികളും പറയുന്നത് ഈ ഗോത്രവർഗക്കാരുടെ എണ്ണം 150ഓളം വരുമെന്നാണ്. എങ്കിലും 18-ാം നൂറ്റാണ്ടിലെ കണക്ക് വിശ്വസിച്ചാൽ 8000-ൽ നിന്നും 150-ലേക്കുള്ള പതനം അവർ നേരിടുന്ന നിലനിൽപ്പിനുള്ള ഭീഷണിയുടെ കൂടി തെളിവാണ്. ഇവരുടെ ജീവിത രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പരിമിതമായ അറിവുകൾ പ്രകാരം ഗ്രഹാമനുഷ്യരെ പോലെ വേട്ടയാടി ചുട്ടു തിന്നുന്ന ഗോത്രവർഗമാണ് സെന്റിനലുകാർ. അപരിചിതമായ എന്തിനേയും ആരെയും അവർ ആക്രമിക്കും. ഈ ഭീഷണിയെ മറികടന്ന് വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രമേ സെന്റിനലുകാരോട് ഇടപഴകാനായിട്ടുള്ളൂ. ഭൂരിഭാഗം പേരും ഭയന്ന് തിരിച്ചു വന്നപ്പോൾ ജോണിനെ പോലെ ചിലർ മരിച്ചു വീണു. 2006-ലാണ് ദ്വീപിലേക്ക് വഴിതെറ്റിയ 2 പേരെ അവസാനമായി സെന്റിനലുകാർ വകവരുത്തിയത്. തീരത്തോടടുക്കുമ്പോഴേക്കും ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും നേരെ അമ്പെയ്യുന്നതാണ് ഇവരുടെ പ്രതിരോധ രീതി. അതുകൊണ്ട് തന്നെ ദ്വീപിലേക്ക് അടുക്കാൻ പോലും പുറത്തു നിന്നുള്ളവർക്ക് കഴിയില്ല. വിമാനങ്ങൾക്ക് നേരെയും ഇവർ അമ്പെയ്ത് ആക്രമണങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇത്രയധികം അക്രമകാരികളായ ദ്വീപ് നിവാസികളോട് അടുത്തിടപഴകിയ ഒരേയൊരു ഇന്ത്യക്കാരൻ നരവംശ ശാസ്ത്രജ്ഞനായ TN പണ്ഡിത്താണ്. സെന്റിനൽ നിവാസികളെ താൻ കയ്യിലെടുത്ത കഥ TN പണ്ഡിത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ 83-കാരനായ TN പണ്ഡിത്ത് 2 തവണയാണ് ദ്വീപ് സന്ദർശിച്ചത്. പലതവണ ശ്രമം നടത്തിയെങ്കിലും 1966-ലും 1991-ലും മാത്രമാണ് ശ്രമം വിജയിച്ചത്. 2 തവണയും സഹായത്തിനെത്തിയത് നാളികേരവും ഇരുമ്പ് കഷ്ണങ്ങളുമാണ്. ആൻഡമാന്റെ ഭാഗമാണെങ്കിലും ദ്വീപിൽ നാളികേരം ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ നാളികേരം നൽകി ദ്വീപ് നിവാസികളെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഇടയ്ക്കിടെ വിജയിക്കാറുണ്ടെന്നാണ് TN പണ്ഡിത്ത് പറയുന്നത്. ആന്ത്രോപോളജിക്കൽ സർവേ ഇന്ത്യയുടെ പര്യടനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പണ്ഡിത്തിന്റെയും സംഘത്തിന്റെയും യാത്ര. പ്രാദേശിക മത്സ്യബന്ധന തൊഴിലാളികളെയും കൂട്ടിയാണ് ദ്വീപിലേക്ക് പോയത്. അമ്പെത്തുന്ന ദൂരത്തു നിന്നും അകലെ വള്ളം നിർത്തിയിടുകയാണ് ആദ്യം ചെയ്യുക.
തുടർന്ന് നാളികേരം ഉയർത്തി കാണിക്കും. സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അവർ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും. തുടർന്ന് ബോട്ടിൽ വരുന്നവരിൽ നിന്നും അവർ സമ്മാനങ്ങൾ വാങ്ങും. ഇവർ നാളികേരവും മറ്റും വാങ്ങുന്നതിൻ്റെ ചിത്രങ്ങൾ പണ്ഡിറ്റ് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ദ്വീപ് നിവാസികളെ ആധുനികവൽക്കരിക്കാനും മുഖ്യധാര സമൂഹത്തിന്റെ ഭാഗമാക്കാനും ശ്രമിക്കുന്നവരോട് പണ്ഡിറ്റ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഒരു കാര്യമാണ്: അവരെ ശല്യപ്പെടുത്താതിരിക്കുക. സ്വന്തം ജീവിതശൈലിയുമായി അവർ ആഗ്രഹിക്കുന്ന കാലത്തോളം മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയണം. അവരുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്നത് മാത്രമാണ് പുറത്തുനിന്ന് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം. ജോണിനെ പോലെയുള്ളവർ സംരക്ഷിത മേഖലയിലേക്ക് കടന്നു കയറുന്നത് തടയേണ്ടത് ഈ സംരക്ഷണത്തിന് അനിവാര്യമാണെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു.